എന്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നത്? വൈ ഡു വി വർഷിപ്പ്? സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവം, അങ്ങനെയാണ് സങ്കീർത്തനത്തിൽ, സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവം. ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ സ്തുതികളിന്മേലാണ് വസിക്കുന്നത്. എന്തിനാണ് വർഷിപ്പ് ചെയ്യുന്നത്? ദൈവത്തിന് എന്തിനാണ് നമ്മളിപ്പോഴും സ്തുതിക്കുന്നത്? സാധാരണഗതിയിൽ നമ്മൾ ദൈവമേ നീ പരിശുദ്ധനാന്ന്, ബലവാനെ നീ പരിശുദ്ധനാന്ന്, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാന്ന്, നമ്മൾ ത്രിത്വത്തെ സ്തുതിച്ചുകൊണ്ടാണ് കയറി വരുന്നത്. പല മെയിൻ ലൈൻ ചർച്ചിൽ ഇത് തന്നെയാണ് ചെയ്യുന്നത്. നല്ലതാണത്. പക്ഷെ എന്തിനാണ് ഇത് ചെയ്യുന്നത് നമ്മൾ ചിന്തിച്ചിട്ടില്ല. അതിൽ ഒരു റൈറ്റർ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഐ നീഡ് ടു വർഷിപ്പ് ബിക്കോസ് without it I can forget that I have a big God beside me and I live in fear. I need to worship because without it I can forget that I have a big God beside me and live in fear. അതായത് ഞാൻ എന്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ചിലപ്പം എനിക്കൊരു വലിയ ദൈവം എൻ്റെ മുമ്പിലുണ്ടെന്ന് മറന്നുപോകും. നമ്മളെ തന്നെ ഓർപ്പിക്കുകയാണേ, എൻ്റെ മുമ്പിൽ വലിയവനായ ഒരു ദൈവമുണ്ടെന്ന് മറക്കാതിരിക്കാനും, ദൈവമുള്ളതിനാൽ ഭയം മാറി ജീവിക്കാൻ വെക്കാനും. ദൈവമില്ലാത്തവൻ എന്നും ഭയമാണ്. അപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് ചില ഭവനിൽ ചെന്ന്, അയ്യോ അങ്ങോട്ട് പോയേക്കല്ലേ അവിടെ അതുണ്ട്, ഇങ്ങോട്ട് പോയേക്കല്ലേ പിള്ളേരെ പിടിക്കുന്നവരുണ്ട്, അതിലേ പോകരുതേ അവിടെ കുഴിയുണ്ട്. ഇത് എൻ്റെ തന്നെ വീട്ടുകാരനെ പലരും ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേൾക്കാം. അങ്ങനെ പറഞ്ഞ് വയസ്സാകുമ്പോൾ അവരുടെ വീട്ടിനകത്തുനിന്ന്, ആ കട്ടിലിനകത്തെ ആ മുറിക്കകത്തുനിന്ന് അവർ പുറത്തോട്ട് ഇറങ്ങില്ല. ബിക്കോസ് ഭയം മൂലം നീ കണ്ടെയ്ൻ അവേഴ്സെൽസ്, നമ്മൾ പുറത്തോട്ട് ഇറങ്ങത്തില്ല. അത് ധൈര്യമുള്ള അമ്മമാർ പുറത്തിറങ്ങിയേച്ച് വാ, ഞാൻ പ്രാർത്ഥിച്ചോളാം, നീ ധൈര്യമായിട്ടിരിക്കുക. പഴയ നിയമത്തിൽ വൻകാര്യങ്ങൾ ചെയ്തിട്ടുള്ള പല വിശുദ്ധന്മാരുടെ അമ്മമാർ കൂടെ ഇല്ല. കാരണം അവരിങ്ങനെ അടുക്കി പിടിക്കുക, അവർ വിടത്തില്ലല്ലോ. മനസ്സിലായോ? God has certain plans. ചിലയിടത്ത് അല്ലാതെയും കാണുന്നുണ്ട്. പക്ഷേ ദൈവം എടുത്ത് ഉപയോഗിക്കുമ്പോൾ അവരെ എല്ലാവരും ഒന്ന് മാറ്റി നിർത്തി. ഇപ്പോൾ നമ്മൾ ശദ്രക് മേശക് അബീനെ, അവരോട് അപ്പനും അമ്മയില്ലായിരുന്നു. ദാനിയേൽ അപ്പനും അമ്മയില്ലായിരുന്നു. ഹന്ന അപ്പനും അമ്മയല്ല വളർത്തിയത്. ദാവീദ് കുറച്ച് നാൾ 13 വയസ്സായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഓട്ടമായിരുന്നു. പലരും നോക്കി. ജോസഫ് കുറച്ച് നാൾ അപ്പം വളർത്തി, കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അപ്പനും അമ്മയില്ലായിരുന്നു. അപ്പം നോക്കിയാൽ ദൈവം തമ്പുരാൻ എടുത്ത് വളർത്തേണ്ടിയപ്പം പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ഒരു ഹിൻഡ്രൻസായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് എന്തിനാന്നുള്ള പോയിന്റ് വരുമ്പം കർത്താവ് പറയുന്നത് ദൈവം വലിയവനാണെന്ന് അറിയാൻ വേണ്ടിയാണ് സ്തുതിക്കുന്നത്. ദൈവത്തിന് ദൈവം വലുതാണെന്നറിയാം, പക്ഷെ നമുക്കറിയത്തില്ല. ദാറ്റ്സ് ദ ഫസ്റ്റ് പോയിന്റ്. അതായത് നമ്മളുടെ ഉള്ളിൽ ഭയം മാറിയിട്ട് എനിക്ക് വലിയവനായ ഒരു ദൈവമുണ്ട് എന്നും ആ ദൈവം എനിക്ക് മതിയായവനാണെന്ന് മനസ്സിലാക്കുവാനാണ് സ്തുതിക്കുന്നത്. നമ്മൾ സ്തുതി മാറും. നമ്മുടെ പുതിയ ഹൃദയത്തിന് പറ്റിയതുണ്ട്. പിന്നെ 2, ഐ നീഡ് ടു വർഷിപ്പ് because without it I can forget his calling and begin to live in a spirit of self preoccupation. അതായത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്, നമ്മളെ സ്തുതിച്ചില്ല എങ്കിൽ എനിക്കുള്ള വിളി ഞാൻ മറന്നുപോകും. എല്ലാവർക്കും ഒരു വിളിയുണ്ട്, ദൈവവിളി എന്നാണ് പറയുന്നത്. ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളായിരിക്കും അച്ഛന്മാരാണ് അല്ലെങ്കിൽ പാസ്റ്ററാണ്. അത് തന്നെ അല്ല ദൈവവിളി. ചിലർ ടീച്ചേഴ്സായിരിക്കും, ചിലർ ഡോക്ടേഴ്സായിരിക്കും, ചിലർ സയൻറ്റിസ്റ്റ് ആയിരിക്കും, ചിലർ ഭൂമിയിലെ മൃഗങ്ങളെ പരിപാലിക്കുന്നവരായിരിക്കും. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഇട്ട് ദൈവം വിട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കണ്ടുപിടിച്ച് എനിക്കൊരു കോളുണ്ട്, എന്തിനാണ് എന്നെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങണം. അപ്പം വി വിൽ നോ മൈ കോൾ ആൻഡ് അറ്റ് ദ സെയിം ടൈം അത് ചെയ്തില്ല എങ്കിൽ വി ആർ ഓൾവേസ് സെൽഫ് പ്രീ ഓക്യുപ്പൈഡ്. അതായത് എൻ്റെ കാര്യം മാത്രം. അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യം അല്ലാതെ വേറെ ഒരൊറ്റൊരുത്തരുടെ കാര്യം അവർക്ക് കേൾക്കണ്ട. അവർക്ക് അവരുടെ കാര്യം മാത്രം, തൻ കാര്യം പൊൻകാര്യം. അതാണ് ഞാൻ ചെയ്തു, എൻ്റെ കാര്യം ഞാൻ ചെയ്തെടുത്തിട്ടേ കാര്യങ്ങൾ മറ്റുള്ളവരുടെ അറിയവും വേണ്ട. അങ്ങനെയുള്ള ഒരു ജനതയാണിപ്പോൾ ഉണ്ടാക്കി വെക്കുന്നത്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറോ ഒരു മൊബൈലോ ഒക്കെ കൊടുത്തെങ്കിലുണ്ടല്ലോ, നമ്മുടെ യങ്ങർ ജനറേഷൻ നമ്മുടെ കൂടോ അല്ലെ വരുന്ന ഗസ്റ്റിൻ്റെ കൂടോ ഇരിക്കാൻ അവർക്ക് നേരമില്ല. ബിക്കോസ് ദേ ആർ ബിസി. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സൊസൈറ്റി ഈസ് ചേഞ്ചിങ്. നമുക്ക് പണ്ട് കാലം, അതായത് കർത്താവ് പറയുന്നുണ്ട്, പണ്ടേ കാലങ്ങൾ. ഇപ്പോൾ കർത്താവ് ഈ യാഗപീഠം പണിയുമ്പോൾ
ചെത്തിയ കല്ലുകൾ കൊണ്ട് യാഗപീഠം പണിയാൻ ദൈവം അനുവദിക്കാത്തതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ കൈ കൊണ്ടുണ്ടാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും അവസാനമില്ല. അതുകൊണ്ടാണ് പ്രകൃതിയിലേക്ക് തിരിഞ്ഞു പോകുക എന്ന് ദൈവം എപ്പോഴും പറയും. പ്രിയ വരിക, സദൃശവാക്യം 7:12. പ്രിയ വരിക, നാം വെളിമ്പ്രദേശത്ത് പോക, നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുന്നതും മാതളനാരകം പൂക്കുകയും ചെയ്തയോ എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്ക് എൻ്റെ പ്രേമം തരും. ദൂതായ്പഴം സുഗന്ധം വീശുന്നു, നമ്മുടെ വാതുക്കൽ സകലവിധ വിശിഷ്ട ഫലവുമുണ്ട്. എൻ്റെ പ്രിയ, ഞാൻ നിനക്കായി പഴയതും പുതിയതും സംഗ്രഹിച്ചിരിക്കുന്നു. ഇത് വിശുദ്ധ സ്നേഹമാണ്. ഇതെവിടെ വെച്ചാ? തോട്ടം, ദൈവം സൃഷ്ടിച്ച തോട്ടത്തിനകത്ത്. നമ്മൾ ഈ സൗധങ്ങളെല്ലാം ഉണ്ടാക്കുന്ന കുറ്റമില്ല, ഉണ്ടാക്കി വെച്ചേച്ച് ഒരു മനുഷ്യരുമായിട്ട് അടുപ്പമില്ലാതെ സ്വാർത്ഥമായിട്ട് ജീവിക്കുന്നു എങ്കിൽ കർത്താവ് പറയുന്നത് അതല്ല നിൻ്റെ വിളി. ഐ ഹാവ് എ കോൾ ഓൺ യു. അപ്പം നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് നമ്മുടെ വിളി എന്തെന്ന് മനസ്സിലാക്കും. അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യം മാത്രം ചെയ്യുന്നവരാണ്. ഒന്നാമത്തെ ഞാൻ പറഞ്ഞത്, എനിക്കൊരു വലിയ ദൈവമുണ്ട് എന്നും അവൻ എന്നെ ഭയം കൂടാതെ ജീവിക്കാൻ അനുവദിക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് സ്തുതിപ്പ്. രണ്ടാമത്തെ പോയിൻ്റ്, ഞാൻ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, അതിന് കോളിംഗ് എന്നാണ് പറയുന്നത്. എനിക്കൊരു വിളിയുണ്ട്, അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ എൻ്റെ കാര്യം മാത്രം ചെയ്യുന്നവനായി മാറും. മൂന്നാമത്തേത്, ഐ നീഡ് ടു വർഷിപ്പ് ബിക്കോസ് വിത്തൗട്ട് ഇറ്റ് ഐ ലൂസ് എ സെൻസ് ഓഫ് വണ്ടർ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഫ്ലോ ത്രൂ ലൈഫ് വിത്ത് ബ്ലൈൻഡേഴ്സ് ഓൺ. എന്താണെന്ന് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നില്ല എങ്കിൽ ഐ മേ ലൂസ് ദ സെൻസ് ഓഫ് വണ്ടർ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. ഈ ദൈവത്തിൻ്റെ മഹത്വത്തെയും അവൻ്റെ നന്മയെയും കുറിച്ച് പറയാൻ നമ്മൾ മറന്നുപോകും, ഇല്ലേ? ഈ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ അപ്പ് അബവ് ദ വേൾഡ് സോ ഹൈ ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ സ്കൈ എന്നൊക്കെ പറയുന്ന പാട്ട് നമ്മളെല്ലാവരും കൊച്ചു പിള്ളേരെ പഠിപ്പിക്കും. 3.5 വയസ്സുള്ളൊരു കൊച്ചനാണ് അത് എഴുതിയത്. 3.5 വയസ്സ്. എന്താ അന്നൊക്കെ നമ്മളിങ്ങനെ വീടിനകത്ത്, അന്ന് പ്രകൃതിയിൽ നിന്നും നോക്കി രാത്രി നോക്കുമ്പോൾ നക്ഷത്രങ്ങളെ കാണുമായിരുന്നു. ഇന്ന് 90 വയസ്സായവർക്ക് നക്ഷത്രം എന്തെന്ന് കാണാൻ അറിയാൻ വയ്യാത്ത കാലമായി മാറിയിരിക്കുക. ദൈവം പ്രകൃതിയിൽ തൻ്റെ മഹത്വത്തെ, അതിനാണ് ദൈവത്തെ ഈ 8-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഭൂമിയിലുള്ള സകലത്തിൻ്റെയും മഹത്വത്തെ സ്തുതിക്കാൻ തക്കവണ്ണം പ്രകൃതിയിൽ ദൈവം അതിൻ്റെ അതിശയങ്ങൾ കാണിച്ചിട്ടുണ്ട്, ഇല്ലേ? ഉൽപ്പത്തി 1 വായിക്കുമ്പം സകലതും ദൈവം സൃഷ്ടിച്ചിട്ട് നല്ലതെന്ന് പറഞ്ഞു, എല്ലാം വാഗൊണ്ട് പറഞ്ഞുണ്ടാക്കി ആ ദൈവത്തിൻ്റെ മഹത്വത്തെ. അപ്പം നമ്മൾ ദൈവത്തെ സ്തുതിക്കാനായിട്ട് പറയുന്നതിൻ്റെ ഉദ്ദേശം ദൈവത്തിൻ്റെ മഹത്വവും അവനോടുള്ള നന്ദിയുള്ളൊരു ഹൃദയം. അല്ലെങ്കിൽ നമ്മൾ കണ്ണടഞ്ഞുള്ളവരെ പോലെ സ്വാർത്ഥതയിൽ ജീവിക്കും. 4-ാമത്തെ പോയിന്റ്, ഐ നീഡ് ടു വർഷിപ്പ് ബിക്കോസ് മൈ നാച്ചുറൽ ടെൻഡൻസി ഈസ് ടുവേർഡ്സ് സെൽഫ് റിലയൻസ് ആൻഡ് സ്റ്റബേൺ ഇൻഡിപെൻഡൻസ്. ജോൺ ഓട്ട്ബർഗ് എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് എഴുതിയത്. അതായത് ഞാൻ സ്തുതിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഞാൻ സ്തുതിക്കുന്നില്ല എങ്കിൽ എൻ്റെ സാധാരണ സ്വഭാവം എന്ന് വെച്ചാൽ എന്നിൽ തന്നെ ആശ്രയിക്കും. എനിക്കൊരു സ്റ്റബേൺ ഇൻഡിപെൻഡൻസ് ഉണ്ട്. എനിക്കെല്ലാം ചെയ്യാൻ അറിയാം, നീ മാറടാ, നീ ആരെ എന്ന് ചോദിക്കുന്ന ഒരു സ്വഭാവം. അപ്പം 4 കാര്യങ്ങളാണ് നമ്മൾ സ്തുതിക്കുന്നതിൻ്റെ ആവശ്യം. 1, നമ്മൾ ദൈവം വലിയവനാണെന്നുള്ളൂ, ദൈവം എനിക്കുണ്ട്, കൂട്ടായിട്ടുണ്ടെന്നും അവനിൽ ഉണ്ടെങ്കിൽ എനിക്ക് ഭയം കൂടാതെ ജീവിക്കാം. 2, എനിക്കൊരു വിളിയുണ്ട്, ആ വിളിക്കനുസരിച്ച് ജീവിക്കാൻ. 3, ദൈവത്തിൻ്റെ മഹത്വം അറിയാൻ. ദൈവത്തിൻ്റെ മഹത്വം നമുക്കറിയാനും നന്ദിയുള്ളൊരു ഹൃദയത്തിനുമാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്. പിന്നെന്തുവാ, നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നില്ല എങ്കിൽ സ്വന്തം കഴിവിൽ എല്ലാം ചെയ്തിട്ട് എനിക്കെല്ലാം മതിയായി ഞാനെന്നുള്ള ചിന്തയിൽ ഇതൊക്കെ മാറ്റാനാണ്. അപ്പം ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ബ്രോഡായിട്ട് മാറുകയാണ്. എന്നിലേക്ക് മാറി അകത്തോട്ട് കയറാതെ നമ്മൾ പുറത്തോട്ട് നന്മയുള്ളവരായിട്ട്, നന്മ പ്രചോദനം ചെയ്യുന്നവരായിട്ട് മാറാൻ ദൈവം നമ്മളെ ഉപയോഗിക്കും. വൈ ഡു വി വർഷിപ്പ്? വി വർഷിപ്പ് ബിക്കോസ് സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സ്തുതിപ്പെന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകൻ 6-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. സ്വർഗസിംഹാസനം തുറന്നിരിക്കുന്നു, പിതാവാം ദൈവം ഇരിക്കുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനും ചുറ്റുമായിട്ട് ദൂതഗണങ്ങൾ, സാറാഫുകളും കേറൂബുകളും സദാസമയം സ്തുതിക്കുകയാണ്. പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് മുഴുവൻ സമയം സ്തുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുതന്നെയാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് തൻ്റെ മഹത്വം അറിഞ്ഞിട്ട്
ഇത്ര വലിയവനായൊരു ദൈവം എനിക്കുണ്ടെങ്കിൽ പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നത്? എത്ര പേർക്കറിയാം? നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. എന്തിനാണ് സ്തുതിക്കുന്നത് എന്ന് ചോദിച്ചാൽ വേദപുസ്തകം മുഴുവനും ദൈവത്തിൻ്റെ മഹത്വത്തെയാണ് കാണിക്കുന്നത്. കർത്താവെ, കൊളോഷ്യൻസിനകത്ത് എഴുതി വച്ചിരിക്കുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ, അല്ല അവനവൻ്റെ കാര്യത്തിനല്ല. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ, ദൈവത്തിൻ്റെ നാമത്തിൽ നന്മ ചെയ്ത് ജീവിപ്പാൻ. കർത്താവെ, ഞങ്ങൾ സ്വാർത്ഥരായി പോകുന്ന പിച്ച എന്നെ ഒരു ബാബേൽ ടവർ കൊണ്ടാക്കി വെച്ച്, നമ്മൾ സ്വർഗത്തോളം എത്തുന്ന ഒരു ബാബേൽ ടവർ ഉണ്ടാക്കി വെച്ച് എൻ്റെ പേര് വലുതാകണമെന്നും പറഞ്ഞ് നമ്മളെല്ലാവരും പ്രയത്നിക്കുന്ന കാലങ്ങൾ. കർത്താവ് പറഞ്ഞ് എന്നെ സ്തുതിക്ക്, നീ എൻ്റെ മുഖത്തേക്ക് നോക്ക്, ഞാനാണിതെല്ലാം സൃഷ്ടിച്ചത്, ഞാനാണ് ഈ കഴിവ് പോലും തന്നത്. അതെല്ലാം മറന്ന് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു സ്വഭാവം ഞങ്ങളിൽ ഉണ്ടാകാതിരിക്കാൻ, സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ നീ ഞങ്ങളോട് പറയുന്നത്. സ്തോത്രയാഗമെന്ന അധരഫലം നിന്നിലേക്ക് അർപ്പിക്കുമ്പോൾ, പഴയ നിയമത്തിൽ ആടുമാടുകളെ നിനക്ക് വേണ്ടി അതിൻ്റെ രക്തം ചൊരിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ സ്തോത്രയാഗമെന്ന അധരഫലം കൊണ്ട് നിൻ്റെ അടുക്കൽ വരുമ്പോൾ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം തരികയും ചെയ്യുന്ന ദൈവം. ഇത്ര വലിയവനായൊരു ദൈവം ഞങ്ങൾക്ക് കൂട്ടിനായിട്ടുള്ളപ്പോൾ ഞങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? ഞങ്ങളിലേക്ക് തന്നെ നോക്കാതെ നിൻ്റെ മുഖത്തേക്ക് നോക്കി നിൻ്റെ പ്രതിച്ഛായായിട്ട് ജീവിപ്പാൻ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെ അനുവദിക്കണമേ. നാഥനത് ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം. ഈ സത്യങ്ങൾ മനസ്സിലാക്കി തരുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.